ഇന്നൊരു സംഭവം ഉണ്ടായി. എന്നെ കാണിക്കാൻ ഒരു രോഗി വന്നു. കൂടെയുള്ള ആളായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ ഒരു കാര്യം പറഞ്ഞു. അയാൾക്ക് രാവിലെ എണീറ്റാല് ഭയങ്കര ക്ഷീണമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വിറ്റാമിൻ എഴുതി തരുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അയാളെ നോക്കിയപ്പോൾ അയാളെ കാലിൽ നല്ല നീ. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് വിറ്റാമിൻ അല്ല ആവശ്യം, നിങ്ങൾ ഹാർട്ട് ഒന്ന് എക്കോ ടെസ്റ്റ് എടുത്ത് പമ്പിങ് നോക്കുന്നത് നന്നായി. അങ്ങനെ പമ്പിങ് നോക്കിയപ്പോൾ അയാൾക്ക് പമ്പിങ് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലരും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പകൽ സമയത്ത് എണീക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് അകാരണമായിട്ട് നല്ല ക്ഷീണം വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം ഹാർട്ട് വീക്കാവുന്നത്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക, ക്ഷീണം വരുമ്പോൾ എന്താ പറയാ, അതൊരു വിറ്റാമിന്റെ കുറവായിരിക്കും, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കും, ചൂട് കൊണ്ടായിരിക്കും, നമ്മൾ അവഗണിക്കും. പക്ഷെ ചില ആളുകൾക്കെങ്കിലും ഹാർട്ടിന്റെ ശക്തി കുറഞ്ഞാൽ, ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞാൽ, ഹാർട്ട് ഫെയിലിയറിലേക്ക് പോയാൽ ക്ഷീണം മാത്രമേ ഉണ്ടാവും. 2023 വന്ന ഒരു പഠനത്തിൽ കാണിച്ചതെന്താണെന്ന് വെച്ചാൽ പകൽ സമയത്ത് ക്ഷീണം പറയുന്ന ആളുകളിൽ 23% ആളുകൾക്കും ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഹാർട്ടിന്റെ അസുഖം കാരണം പകൽ സമയത്ത് ക്ഷീണം വരുന്നത്? സത്യം പറയുകയാണെങ്കിൽ പകൽ സമയത്ത് ഹാർട്ടിന് കൂടുതലായിട്ട് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. പകൽ കോർട്ടിസോൾ ഹോർമോൺ കൂടുതലായത് കാരണം ഹൃദയത്തിന് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരാറുണ്ട്. ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്കെങ്കിലും പകൽ സമയത്ത് BP കൂടുന്നത് കാരണം ഹാർട്ടിന് കൂടുതൽ ഹാർഡായിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ട്. പകൽ ക്ഷീണമുള്ള ആളുകളിൽ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ അസുഖം വരാനുള്ള സാധ്യത 2 ഇരട്ടിയാണ്. അതുപോലെ തന്നെ 90% ഹാർട്ട് ഫെയിലിയർ രോഗികൾക്കും രാവിലെയുള്ള ക്ഷീണം അവരുടെ ആദ്യത്തെ ലക്ഷണം. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉറക്കം ശരിയാക്കാനുള്ള കുറെ മാർഗങ്ങൾ, സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയും, അത് നമ്മൾ ശ്രമിക്കുക. ഹാർട്ടിന്റെ പമ്പി കുറവാണെങ്കിൽ അതിന് ചികിത്സ എടുക്കുക. അതുപോലെ തന്നെ പകൽ സമയത്ത് ക്ഷീണം ചില ആളുകൾക്കെങ്കിലും ഹാർട്ടിന്റെ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. ഇന്ന് ഞാൻ കണ്ട രോഗിയെ പോലെ